ഒന്ന് സ്റ്റോപ്പ് ആക്കണേ. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിന്നാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചു തരാം. மம்மி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா, எல்லாத்தையும் என்ன பண்றா? இது பிச்சைக்காரன்டே. ஒரு வருஷமா சாப்பாடே காணாம போயிருக்கு. போ போ போ. இது ഞാൻ யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் என்று விളിക്കും. இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷம் கிஷம் இல்லாம உறப்பு வருத்தணும். എന്നിട്ട് தான் நீங்க சாப்பிடணும். ஏன் எதுக்கு சொல்றேன். கல்லுவாதுக்கள் தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 பேர், கண்ணு போகுது 30 പേർ. എൻ അപ്പൻ താൻ വൈപ്പിംഗറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്ങേയും 100 പേര് വടിയായി 150 പേര് കണ്ണിന്റെ സീസ്. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ. நீங்க என்ன சொன்னாலும் ഞാൻ போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்னை இங்கே அழைத்தது. ഹലോ, ആ വന്നു. ஓ அப்படியா? சரி பெரியப்பா. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், மூக்கில் விஷம், வயറിൽ விஷம், നെഞ്ചിൽ விஷം. ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി, ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടേ, ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ച തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നൊരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயா, வந்திருக்கிற ஒரு ஸ்ரீ லோலன்டா. வெளியில அம்மி கிடக்கிற வராண்டா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോദക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ ടെസ്റ്റിങ്ങിനെ? അയ്യോ അമ്മി, എനിക്ക് പല്ലുവേന എടുത്തിട്ട് വയ്യാന്ന്. നിങ്ങളിത് കാണില്ല മനുഷ്യ. ചെറുത്താനെ എന്നെ വിളിച്ചാ? ആ വിളിച്ചു. എനിക്ക് പല്ലുവേന സഹിക്കണില്ല. എന്റെ പൊന്നു മോഹിനി, ഇന്നലെ വാങ്ങിത്തന്ന 50 പൈസയുടെ മഞ്ഞുളി കഴിച്ചിട്ട് കുറവില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്ന് 1.5 രൂപയുടെ പച്ചമുളി വാങ്ങിച്ചത്? അത് കഴിച്ചിട്ട് കുറവില്ല എന്റെ മനുഷ്യ. അത് 1 2 കൂടി എടുത്ത് കഴിച്ചാ മതി. അത് നിങ്ങളുടെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും, എനിക്ക് വേണ്ട. അമ്മക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തോളൂ. ഓ ദാ വിളിക്കണോ? തൊണ്ട പൊട്ടുമ്പോ പോയിക്കോളും. എന്തെങ്കിലും കൊടുത്തു വിടേണ്ട മനുഷ്യ. ഈ ഒടുക്കത്തെ പലിശ വാങ്ങിച്ചു വെക്കണതല്ലേ, ഇത്തിരി പുണ്യം കിട്ടും. എനിക്ക് അത്ര പുണ്യം കിട്ടിയാ മതി. ആളകത്തുണ്ടെന്ന് അറിയാമല്ലോ. കൊണ്ടാറടക്കായല്ലോ നാശം. എന്റെ സാറേ, വല്ലതും തരുന്നെങ്കിൽ വേഗം പോയിട്ട് വരാൻ പണിയുണ്ട്. എനിക്കത് തീർക്കാനല്ലേ, പോയിട്ട് വാ. അടുപ്പി തീർത്തിച്ചിട്ട് നാളുകളായി സാറേ, വല്ലതും പാവം ചോദിക്കണ കേട്ടില്ലേ പുഷ്പേട്ട, എന്തെങ്കിലും കൊടുത്തു വിടുന്നേ. മോഹിനി, അയാളുടെ അടുപ്പ് തീ പോകാത്ത ചിലപ്പോ ഗ്യാസ് അടുപ്പായിട്ടായിരിക്കും. ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ സാറിങ് ഇറങ്ങി വാ, ഞാൻ വല്ലതും തരാം. ഈ പിച്ചയുടെ കൂട്ടത്തിൽ കഴിയുന്നതിലും ഭേദം ചേച്ചിക്ക് എന്റെ കൂടെ കഴിയാം. പോരുന്നോ? അയാള് പറഞ്ഞത് വാസ്തവ. നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കണേക്കാളും ഭേദം ഇത്. എനിക്ക് എന്തൊരു കുറവ്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അങ്ങേരെ നോക്കിക്കേ. സുന്ദരിയായ ഭാര്യ ജോലിക്ക് പോകുന്നതിലോ പുറത്ത് പോകുന്നതിലോ അങ്ങേർക്ക് ഒരു വിഷമവും ഇല്ല. അതിന് അവൻ അനുഭവിച്ചോളും. എന്തനുഭവിച്ചോളും? ഭാര്യയോട് സ്നേഹവും നട്ടെല്ലുള്ള ആണുങ്ങൾ അങ്ങനെയാ. അതുപോലെയുള്ളൊരു ഭർത്താവിനെയായിരുന്നു ഞാൻ മോഹിച്ചിരുന്നത്. അപ്പൊ നിനക്ക് അവനല്ലേ മോഹം? ഓ, ഇനിയിപ്പോ മോഹിച്ചിട്ട് എന്താ ബലം? എന്റെ തലയിൽ ഈ ഡിറ്റിയല്ലേ വെച്ചോണ്ടിരുന്നത്. നിങ്ങൾ 3 ജന്മം കഴിയണം അതുപോലെ ആവാൻ.
അവൻ വന്നത് മുതൽ എന്റെ സ്വസ്ഥത തകർന്നതാ. ദ്രോഹി. നിങ്ങളുടെ പ്രോജക്റ്റ് എന്താന്നാ പറഞ്ഞത്? പ്രോജക്റ്റ് അല്ല സാർ, എന്റേത് ലോൺ കേസാ. അതെ, എന്ത് തുടങ്ങാനെന്നും പറഞ്ഞാണ് നിങ്ങൾ പ്രപ്പോസൽ തന്നിട്ടുള്ളത്? ഈ ഫർണിച്ചേഴ്സ് ഇൻസ്റ്റാൾമെന്റ് നടത്താൻ. അതെ, അതിനുവേണ്ടി നിങ്ങൾ ലോൺ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടുള്ള ഷോപ്പിന്റെ നമ്പർ ഒരു ടീ ഷോപ്പിന്റേതല്ലേ? ഷാപ്പല്ല, ചായക്കട. പിന്നെ ഈ ഉടമസ്ഥന്റെ സമ്മതപത്രം വെക്കാതിരുന്നത് ഞാൻ ചോദിച്ച അയാൾക്ക് തരാതിരിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചില്ല, അയാൾ തന്നില്ല, അതുകൊണ്ട് വെച്ചില്ല. അപ്പൊ പിന്നെ എവിടെയാണ് ഫർണിച്ചർ കട തുടങ്ങാൻ പോകുന്നത്? സാറിന് അപ്പം നിന്നാ പോരെ, കുഴി എന്തിനാണ്? ഞാൻ ഇവിടെ നിന്ന് എടുക്കണ ലോണിന് കൃത്യമായിട്ട് മോലുമ്പോൾ അടിച്ചാ പോരെ? പോരാ. എന്ത് ബിസിനസിനാണോ ലോൺ തരുന്നത് അതേ ബിസിനസ് തന്നെ ചെയ്യണം. കഞ്ചാവ് ലോൺ കൊടുക്കും? ഇല്ല. അപ്പൊ അത് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ റബ്ബർ കൃഷിയുടെ പേരിൽ ലോൺ എടുത്ത് കഞ്ചാവ് നടത്തും. ഇതൊക്കെ ഈ ലോകത്ത് പതിവുള്ളത് സാറേ. ഇപ്പൊ ഈ ഞാൻ തന്നെ ഇതേ അഡ്ജസ്റ്റ്മെന്റിൽ ആ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എനിക്ക് വല്ല കുടിച്ചാണ് സാറൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയേ. എന്നാ പിന്നെ ഈ ലോണും ആ ബാങ്കിൽ തന്നെ എടുത്താ പോരെ? അത് ഞാനായിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരുന്ന മാനേജർ ട്രാൻസ്ഫോമറായി പോയി. അതിന്റെ പേരില സാറിന്റെ കാല് പിടിക്കാൻ ഞാൻ വന്നത്. സാറിന് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ആ പൈന്റ് മാത്രം പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ എത്തിയതാ. എഴുന്നേക്കടോ. ഇനി പൈന്റ് മാത്രം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇതാ പിടി. തന്നോട് എഴുന്നേക്കാനാ പറഞ്ഞത്. സാറ് പേടിക്കണം, ഇതിനകത്ത് ക്യാമറ ഒന്നുമില്ല. ഞാനത് പിടിച്ച് നാളെ TV കാണിച്ച് അതിന്റെ പേര് സാറിന് ആയൊന്ന് വെക്കണമെന്നേ. തന്റെ വേലത്തരൊന്നും എന്റെ അടുത്ത് നടക്കില്ല. തന്നെ പറ്റി ഞാൻ അന്വേഷിച്ചു. ബാങ്കിൽ നിന്ന് ഇൻഡസ്ട്രി തുടങ്ങാനെന്നും പറഞ്ഞും ലോൺ എടുത്ത് 150-200% പലിശക്ക് ബ്ലേഡ് കമ്പനി നടത്തലല്ലേ തന്റെ പണി? മര്യാദക്ക് ഇവിടുന്ന് പോകുന്നില്ല, ഞാൻ പോലീസിനെ വിളിക്കണോ? അത് കൊള്ളാല്ല. ലോൺ എടുക്കാൻ വന്ന ആൾക്കാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്. ഓക്കെ സാർ, അപ്പൊ പറഞ്ഞ പോലെ. അവളുമാരൊരു അമ്മ. കണ്ടോ, നിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കുരുടണ? എന്നെ അല്ല, അപ്പുറത്തൊരു പാണ്ടി പോലീസിനെ പ്ലാവലെടുത്ത് പൊക്കുന്ന പോലെ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ പൊക്കിയത്. ഇത് പാണ്ടി പോലീസ് അല്ലടാ, ഗുണ്ട. ഉണ്ണാൻ സമയമായിട്ടില്ലല്ല. ഗുണ്ടോന്നല്ല, ഗുണ്ടാന്നാ പറഞ്ഞത്. വില്ലുപുരത്തൊരു ദാതയുണ്ട്, കാളിമുത്തു. ഉരലെടുത്ത് ഒറ്റക്കൈ കൊണ്ട് അമ്മാനമാടലാണ് അയാളുടെ ഹോബി. സംശയിക്കേണ്ട, ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ. തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ. വല്ലപ്പ എന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകയില്ല. പിന്നെ ഇതെവിടെ പോയി? ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട്, അതിന്റെ മണം വരുന്നുണ്ട്. അത് അടുത്ത വീട്ടിൽ ഉണക്കുകയും വറക്കണമാണോ? പിന്നെ ആ ചാട്ടിക്ക് ഇത്രയും നല്ല മണോ? വല്ലപ്പ കിട്ടിയാ അവൻ വരുന്നുണ്ട്. അയ്യോ, ഓ, സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ. പോവും. അല്ല, ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടായി യാത്ര? പറ. ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ എടുത്തോണ്ട് പോകണ്ടെന്ന് കയറി സേഫ്റ്റി സൈഡിന് എടുത്ത് വെച്ചതാ. അതെ. നീ എന്താ കാണിക്കണേ? ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ വാതിലും പൊളിച്ച് വന്നാലാ? അപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്നെ വിളിച്ചോണത്തണ്ടേ? നീ എന്നെ വിളിച്ചാ മതി, വല്ലപ്പ ഞാൻ തുറന്നു തരാം. അല്ല വല്ലപ്പ വാതിലടച്ച് കൂട്ടി കട്ടിലും തള്ളി വെച്ച് അപ്പോഴാണ് അല്ല വല്ലവൻ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, ഇവൻ നമ്മളെ കൊണ്ടേ പോകുള്ളൂ. അവൻ വന്ന ഞാനില്ല. വരാന്തേക്ക് വരാന്ത ഒന്ന് ചുരുണ്ടുകൂടി ഉറങ്ങണം. നേരിവായേ. പായേ, നിന്നോട് ചുരുണ്ടുകൂടാനല്ല പറഞ്ഞത്, എനിക്കിവിടെ ചുരുണ്ടുകൂടി ഉറങ്ങുമെന്ന്. നേരെ കെടുക്കടി കള്ളി. ടെസ്റ്റർ കണ്ണപ്പനോടെ നിന്റെ കളി. പിന്നെ മനുണ്ട് പണ്ടാറും ചുരുണ്ടുകൂടി. പോ വൃത്തിയേട്ട പായേ. ഇപ്പൊ ചുരുളൂല, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ.
അതങ്ങോട്ട് നേരത്തെ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഇത് പണ്ടെങ്ങാൻ ചുരുണ്ടുകൂടി ചത്ത ഏതോ തമിഴന്റെ പ്രേതം ഈ പായ കൂടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ വെറുതെ വിടാന്ന് വെച്ചിട്ടില്ല. 18ാമത്തെ അടവ് അത് ഞാനൊന്ന് എടുക്കും. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈര്യോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. എന്താ 3 பேரும் சேர்ந்து ஒரு மீட்டிங்? மாமி இன்னைக்கு அம்மாவாசி தானே? ஆமா, நான் மறந்தே போயிட்டேனே. മാമി തന്നെ சொன்னேன். അമാവാസിക്ക് പിറ്റേന്ന് രാവിലെ മാമി കൺ തുറന്ന് മന്ത്രം ചൊല്ലി ആര് നോക്കിയാലും இந்த வீடு நாடும் விட்டே போயிடுமெന്ന്. ஆஃப் கோர்ஸ். என் நட்சத்திரம் அவ்வளவு பயங்கரமானது. இந்த மாதிரி கோடியில ஒரு ஆளுக்கு தான் அந்த பாக்கியம் கிடைக்கும். ஏதோ கடவுள் புண்ணியத்துல எனக்கு அந்த பாக்கியம் கிடைச்சிருக்கு. அந்த நட்சத்திரத்தோட எஃபெக்ட் ഞങ്ങൾക്കൊന്ന് കാണണം മാമി. അതെ, കേരള പോലീസിനെ കൊണ്ട് നടക്കാത്ത കാര്യം മാമി നടത്തണം. அந்த மலையாளிகள் இந்த ஊரை விட்டு ஓடணும். ஆமாமி. ஓகே, நான் ட்ரை பண்றேன். அப்படி சொல்லாதீங்க, செய்தே பറ്റൂ. അങ്ങനെയാ പറഞ്ഞിരിங்க. ഓക്കെ, നാളേക്ക് കാലയില് എന്റെ കണ്ണോட പവർ എന്നന്ന് ഞാൻ അവങ്ങൾക്ക് കാണിച്ചു കൊടുക്കറേൻ. ഓക്കേ, ഇവിടുന്ന് എങ്ങനെ വാസുവേട്ട ഒന്ന് രക്ഷപ്പെടുക? എങ്ങനെ രക്ഷപ്പെട്ടാലും പോലീസുകാരെ പൊക്കി നമ്മളെ ഇവിടെ കൊണ്ടുവരും. വല്ലാത്തൊരു പുലിവാല വന്ന് പെട്ടിരിക്കുന്നത്. ആഹാ, എന്താണ് രണ്ടുപേരും കൂടി ഒരു കൊണാപ്ലിക്കേഷൻ? മുങ്ങാനല്ല, അകത്തെ ബാത്റൂമിൽ വെള്ളമില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് മറപ്പരയിൽ കുളിക്കാൻ. അത് വേണ്ട, ഞാൻ കോരി വെച്ച വെള്ളമാണ്. ഞാൻ കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. അത് ശരിയാണ്. അവൻ ആദ്യം കുളിക്കട്ടെ, നമുക്ക് മുറി പോയി വെയിറ്റ് ചെയ്യാം. മുറി പോയി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. അയ്യേ, 3 പേരും കൂടി ഒരുമിച്ച് കുളിക്കും. അതിനിപ്പോ എന്താ, നമ്മൾ 3 പേര് ആണുങ്ങളല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി കണ്ണടച്ച് കുളിക്കാം. കണ്ണടച്ചാ? കണ്ണടച്ച് കുളിച്ചാ കാണില്ല, അതറിയില്ലേ? കേറ് കേറ്. ഞാൻ കുളിക്കാൻ പോകും. കുളിമുറി ഇവിടെയാണല്ലേ? ഓരോരുത്തരായിട്ട് വാ, കേറ്. അല്ല, നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ കുളിമുറിയുടെ വാതിലടക്കാൻ പോണ്. അയ്യോ, നീ കേറ്, ഞാൻ അകത്തുനിന്ന് അടച്ചോളാം. ശരിയാണല്ലോ, ഇതിന്റെ വാതിലകത്തുനിന്ന് അടക്കാം. കണ്ണടച്ചുള്ള കളിയാണ് കേട്ടാ. കളിയല്ലടാ, കുളി. എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. എന്ന് വെച്ച് കണ്ണൂർക്കല്ലേ കേട്ടാ. ദൈവം കണ്ണു തന്നത് എന്ത് ഭാഗ്യം. അതെന്താ വല്ലപ്പാ? ഇല്ലെങ്കിൽ കണ്ണടക്കാൻ പറ്റുമായിരുന്ന? ആദ്യം നിന്റെ വായടക്ക്. நம்ம பசு இதையே ஒரு ட்ரையல் பார்க்கலாம். ஒர்க் அவுட் ஆயி போச்சு. ஓகே, நெக்ஸ்ட். സോപ്പ ആരയില്ല. കിട്ടി. കൈയെടുക്കണം. അത് സോപ്പല്ലടാ. എന്താടാ പെട്ടെന്നൊരു കാറ്റ് തന്നെ? മഴ പെയ്യുന്ന തോന്നണേ. നിങ്ങൾ അച്ചാരി വന്നാണിട്ടുണ്ട്, കല്ലൊന്ന് പിടിയടാ. തീരെ പരിചയമില്ലാത്ത സാധനങ്ങൾ കണ്ടാണ് മാമി പേടിച്ചിരിക്കുന്നത്. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കില്ലായിരുന്നല്ലോ. இந்த மாதிரி ஆளுகளா தனி கண்ட்ரிஸ், கொஞ்சம் கூட கல்ச்சர் இல்லாதவங்க. இவங்களெல்லாம் என்ன செய்யணும்னு எனக்கு தெரியும். പകരം വീട്ടാനാണെങ്കിൽ ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം. അവരേത് നാണയത്തിൽ ചെയ്തോ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. என்ன അവരെങ്ങനെ മാമിയെ പേടിപ്പിച്ചുവോ അതേപോലെ തന്നെ നിങ്ങളും അവരെ പേടിപ്പിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. ദുഷ്ടന്മാരി അവര് 3 പേരിലുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ 4 പേരില്ലേ? വേണമെങ്കിൽ ഞാനും ചേരാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. 18, 19, 20 ആ വലിവുകാലം പറഞ്ഞ കണക്കനുസരിച്ച് 20ാമത്തെ വീടാ. നാട്ടിലെ എണ്ണവും ഇവിടത്തെ എണ്ണവും തമ്മിൽ വ്യത്യാസം ഇല്ലാന്ന് വെച്ചാ പുന്നശ്ശേരിയിലെ വീട് ഇത് തന്നെയാ. ഭഗവതി, വാതില് പൂട്ടിയിരിക്കുകയാണല്ലോ. ഇനി ഇയാളും കൂടെ ബാങ്കിൽ പോയോ? പൂട്ടിയിട്ട വീട്ടിനകത്ത് ആളിന്റെ ശബ്ദം. വല്ല ബാധയുള്ള വീടാണോ? അതെ, അകത്താരാ? ഞാൻ മാധവൻ. ഞാൻ മോഹിനി. മോഹിനി യക്ഷി തന്നെ. രക്ഷപ്പെടാ. ഓ, ആവാഹിച്ചടച്ച് കാഞ്ഞിരത്തടിക്ക് ബന്ധിച്ചിരിക്കുക. അതെ, താനാ കൊളുത്തൊന്നും എടുത്തേ. ദാഹിക്കുന്നുണ്ടാവും, ചോര കുടിക്കാനാ. കൊളുത്തെടുത്ത ഉപദ്രവാവോ? ഇല്ലെന്നേ, ധൈര്യമായിട്ട് എടുത്തോളൂ.
അതെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി താമസിക്കുന്ന വീട് തന്നെ അല്ലേ? അത് ഇതല്ല, താനാ ജനലിന്റെ കൊളുത്തെടുത്താൽ ഞാൻ കാണിച്ചു തരാം. എന്റെ വെള്ളവും ഭഗവതി കാത്തു രക്ഷിക്കണേ. അയ്യോ, എന്താ പേടിച്ചു പോയോ? ആരെ കണ്ടപ്പോ പേടി പോയി. ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ വന്നാണോ? ആ, അത് നേരെ അപ്പുറത്തെ വീടാ. അതാ. അയ്യോ, ഓടിക്കോ. എന്തിനാ? അയ്യോ എടാ അവിടെ നിക്കണം. എന്തിനാ എന്നെ ഓടിക്കുന്നേ? എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഉണ്ണിയെ. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് നീന്താ അറിയില്ല, ഞാൻ തട്ടിപ്പോവും. ദൈവമേ, പണ്ടാറ് ചത്തോ? ദൈവമേ, ഞാൻ തട്ടിപ്പോയാൽ താൻ അകത്താവും. പണ്ടാറക്കാലം ചത്താ ഞാൻ അകത്താവുള്ളൂ. ഉണ്ണികൃഷ്ണ, ഉണ്ണി ഉണ്ണി ഉണ്ണി. ആരാ? അയ്യോ, മാധവനോ? മാധവൻ ഇതെപ്പോ എത്തി? നമ്പൂരിക്ക് ഇയാളറിയോ? അറിയുന്നോ? കൊള്ളാം. നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവത്തിനും തിടമ്പുമായിട്ട് ആനപ്പുറത്ത് കയറുന്ന മാധവനാ. ഒരു എടുത്തുവയ്പ്പുകാരനും സഹായിയൊക്കെയാ. എടുത്തു വെക്കലും ആനപ്പുറത്തുകളും നാട്ടില് മതി. എന്റെ വീട്ടിലെങ്ങാനും കയറി എടുത്തു വെക്കാൻ വന്ന അടിച്ചെന്നെ. എന്താ പ്രശ്നം എന്ന് പറയും. പ്രശ്നോ പറയടാ. ഞാൻ പറയാം. മരുത്തോർ വട്ടത്ത് കൊടിയേറി ഒന്ന് അവിടെ വരെ പോണം. പോണ വഴിക്ക് ഉണ്ണികൃഷ്ണൻ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഉണ്ണിയുടെ വീട് മാറി ഇയാളെ വീട്ടിൽ കയറി. ഇയാൾ എന്നെ വല്ലാണ്ട് ദേവരുടെ ഏൽപ്പിച്ചുട്ടോ. എന്റെ ജീവിതത്തിലെങ്ങാ തലയിട്ട ഈ വണ്ണം നോക്കൂല, തെണ്ണോ പിടിക്കാനോ? കൊള്ളത്തടിയാ തിന്നമടിക്ക് എന്നോട് കാട്ടണ്ട കേട്ടോ. ഉണ്ണി, നമ്മുടെ നാട്ടിൽ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത് പറഞ്ഞു കൊടുക്കൂ. അതെ, നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞോ, പക്ഷെ ഇവിടെ മര്യാദ കഴിയണം. ഇന്നലെ ഒരു കാറിക്കൊണ്ടിരാക്കലുകാരൻ, ഇന്നൊരു എടുത്തുവെപ്പുകാരൻ, നാളെ ഒരു പിടിച്ചൊപ്പുകാരൻ, ഇങ്ങനെ പോലെ എന്താ ചെയ്യാ? ഇതൊക്കെ പുഷ്പന്റെ ഓരോ സംശയങ്ങളാണ്. ഒരു സംശയമില്ല, ഇവനൊക്കെ ഒറ്റ